കരയിപ്പിച്ചു. പ്രവാചകന്റെ ആയത്തുകൾ, പ്രവാചകൻ ഓതിക്കൊടുത്ത വചനങ്ങൾ അവരെ കരയിപ്പിച്ചു. നമുക്കറിയാം, ആ സഹാബത്ത് മാറി, സഹാബ വനിതകൾ മാറി മാറിടത്തിലേക്ക് അവരുടെ ശിരോവസ്ത്രം താഴ്ത്തിയിടുന്നത് ഖുർആനിന്റെ വചനം ഇശാ സമയത്ത് അവതരിക്കുന്നു, സുബൈയുടെ മുമ്പ് അവർ പരിവർത്തിപ്പിക്കപ്പെടുന്നു. ഇതാണോ ഇന്ന് ഇവിടെ എന്തൊക്കെ കേട്ടാലും, ഇന്നലകളിൽ കേട്ടത്, മെനയാന്ന് കേട്ടത്, കഴിഞ്ഞ റമദാനിൽ വന്നവർ, അതിന്റെ മുമ്പ് വന്നവർ, 20-ലധികം റമദാനിൽ ഈ ഖത്തറിൽ തന്നെ അഹ്ല റമദാനിന് സാക്ഷ്യം വഹിച്ചവർ എത്ര പേർ ജീവിതത്തിൽ ഇന്നലെ കേട്ട ആയത്ത് ഇനി ഒരിക്കലും മാറ്റാതെ ഞാൻ എന്റെ ലൈഫിൽ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ച, അങ്ങനെ നെഞ്ചകത്തേറ്റിയ എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടക്ഷോഭം ചെയ്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ചവശരായ പൂർവ്വകാല പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിത്തരികയും ഏറുകൊള്ളുകയും ത്യാഗം അനുഭവിക്കുകയും ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങുകയും ഭാര്യയെയും കുടുംബങ്ങളെയും ഉപേക്ഷിച്ച് ഏതോ സ്ഥലങ്ങളിൽ ഓടി നടന്ന് പ്രബോധനം ചെയ്തതിന്റെ അനുഭവമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നത് നിങ്ങൾക്കറിയുമോ? അവർ വെട്ടിത്തുറന്ന വൈത്താരയിലൂടെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് ഇന്ന് എക്സ്പ്രസ് ഹൈവേകളിൽ നാം അതിവേഗതയിൽ പ്രവേശിച്ച ഇസ്ലാമിന്റെ എക്സ്പ്രസ് ഹൈവേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടായത് അവർ അനുഭവിച്ച ത്യാഗത്തിന്റെ ഫലമാണ് എന്ന വസ്തുതയും നാം ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒരു സൊസൈറ്റിയെ മാറ്റി, ഈ വിഷയം ഗൗരവമായ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ ഈ വിഷയം ഗൗരവപ്പെട്ട ചർച്ചയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആധുനിക കേരളം ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഓരോ എയർപോർട്ടുകളിലും പീഡിപ്പിക്കപ്പെടുന്നു. നമ്മളുടെ ഇവിടെ ഒരു പക്ഷേ എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ഇന്നലെ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് ഒരുപാട് മത്സരങ്ങൾക്ക് അവിടെ എമിഗ്രേഷൻ കൗണ്ടറിലുള്ള ഉദ്യോഗസ്ഥന്റെ വാക്കുകൾക്ക് അവർ വിധേയമായി. നിന്നെ പോലെയുള്ള പർദ്ദധാരികളാണ് ബസ് കത്തിക്കുന്നത്, തീവ്രവാദികളാകുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് സമയം അവരെ പീഡിപ്പിച്ചു, മാനസികമായി പീഡിപ്പിച്ച കഥ ഞാൻ ഇന്നലെയും കേട്ടു. ഞാനിത് സൂചിപ്പിക്കുന്നത്, സഹോദര, എയർപോർട്ടിൽ വരുന്ന താടി വെച്ച മുസ്ലിങ്ങൾ, എയർപോർട്ടിൽ വരുന്ന ഇസ്ലാമിന്റെ ചിഹ്നമുള്ള മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വല്ലാത്ത ഘട്ടത്തിൽ അമേരിക്കയുടെ എയർപോർട്ടിൽ ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ടുമായി വന്ന് ഏതോ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ആക്രമിച്ച ഏതോ ഒരു അക്രമിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ മടക്കി അയച്ച ജനാധിപത്യ പ്രക്രിയ പറയുന്ന അമേരിക്കയുടെ അവസ്ഥകളും നമ്മൾ ഇന്ന് കണ്ടു. ഓരോ കാലഘട്ടത്തിലും ഈ പീഡനങ്ങളുടെ കഥ നാം അനുഭവിക്കുന്നു. ഇന്നത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പോകാം ഇസ്ലാമിന്റെ ചൈതന്യത്തിലേക്ക്, ഖുർആനിന്റെ സുന്ദരമായ ഭൂമികയിലേക്ക്, പ്രവാചക വചനങ്ങളുടെ അകമ്പടിയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതിന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന് എബ്രോൺ നഗരം മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത കവാടമാണ്. എബ്രോൺ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് മുസ്ലിങ്ങൾക്ക് ഇന്ന് പ്രവേശനമില്ല. അവിടെ മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. ലോക മുസ്ലിങ്ങളുടെ മാണിക്യ കൊട്ടാരത്തിൽ ഏറ്റവും വലിയ പ്രവാചക ചക്രവർത്തിയായി ഇബ്രാഹിം എന്ന് 60-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന എബ്രോൺ നഗരം ചരിത്രത്തിന്റെ ഭാഗമാണിന്ന്. അത് മുസ്ലിങ്ങളുടെ വേദനയുടെ ഭാഗമാണിന്ന്, മുസ്ലിങ്ങളുടെ നൊമ്പരത്തിന്റെ ഭാഗമാണിന്ന്. മുസ്ലിങ്ങളുടെ ഗതകാല ചരിത്രങ്ങൾ ഓർത്ത് ഒരുപാട് നെടുവീർപ്പുകളിടാൻ അവസരം നൽകുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദൈവത്തിന് വേണ്ടി യാത്രക്കിടയിൽ നിർമ്മിച്ച 4 കേന്ദ്രങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബി പരിശുദ്ധ കാബാലയത്തിന്റെ പരിസരത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സൂറത്ത് ബഖറ 2-ാം അധ്യായം 129-ാമത്തെ വചനമാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് തങ്ങളുടെ സന്താനങ്ങൾക്ക്, അതായത് വരാനിരിക്കുന്ന സമൂഹത്തിന് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച്, ഹദീസുകൾ പഠിപ്പിച്ച് സംസ്കരിക്കുന്ന, എങ്ങനെയാ ഇസ്ലാമിക സമൂഹം സംസ്കരിക്കപ്പെടേണ്ടത്?
എങ്ങനെയാ ഇസ്ലാമിക സമൂഹം നന്നാകേണ്ടത്? ബുർദ മജ്ലിസിൽ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കുന്നു. അതേ സമൂഹത്തെ ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ ക്ലാസ്സിലേക്കുകയാണ് എന്ന് പരിഹാസത്തോടെ തിരിഞ്ഞു പോകുന്നവരെ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രവാചകൻ അറബ് ജനതയിൽ ജീവിച്ച കാലം അള്ളാഹുവിനോട് നൂഹ് നബി പറഞ്ഞ പോലെ പരാതി പറയാൻ നൂഹ് നബി പറഞ്ഞിട്ടുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. പടച്ചവനെ, ഞാനവരെ രാവെന്ന വ്യത്യാസമില്ലാതെ പകലെന്ന വ്യത്യാസമില്ലാതെ ഞാനവരെ വിളിച്ചു, ഞാനവരെ ഉറക്ക വിളിച്ചു, ഞാനവരെ പതുക്കെ വിളിച്ചു, ഞാനവരെ രാത്രി ചെന്ന് കണ്ടു, ഞാനവരെ പകല് ചെന്ന് കണ്ടു. അവർക്ക് ഏതൊക്കെ സന്ദർഭത്തിൽ അവസരമുണ്ടാകുമോ അപ്പോഴൊക്കെ ഞാൻ സന്നദ്ധനായിരുന്നു. അങ്ങനെ രാവെന്ന വ്യത്യാസമില്ലാതെ പകലെന്ന വ്യത്യാസമില്ലാതെ ഞാനവരെ പോയി കണ്ടു എന്ന് മഹാനായ നൂഹ് നബി പറയുന്ന 71-ാമത്തെ അധ്യായം 5, 6, 7, 8 വചനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നാഥാ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതിന്റെ ദുരന്തവും അതിന്റെ വേദനയും അതിന്റെ തിക്താനുഭവങ്ങളും നമ്മൾ പരലോകത്ത് അനുഭവിക്കാൻ പോകുന്നു എന്ന കാര്യം മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കിയവരാണ്. സഹോദര, റസൂലുള്ളാഹിന്റെ പരാതി അവർ മൈദീമാല ഉപേക്ഷിച്ചു എന്നല്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ തലമുറ അത് എന്റെ തലമുറയാണ്. പിന്നതിനടുത്ത തലമുറ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച 3 തലമുറ. അവർക്ക് മൊയ്തീമാല പരിചയമില്ല, അവർക്ക് മങ്കൂസ് പരിചയമില്ല, അവർക്ക് ബുർദാബൂസീരി പരിചയമില്ല. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഇതിന്റെ ചുറ്റിലും കെട്ടിയിട്ട് അതിന്റെ പിന്നാലെ ചെന്നിട്ട് അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും നല്ല സ്വരമുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെല്ലിച്ച് ഒരു പ്രത്യേക ഗസൽ ഗായകന്മാരുടെ ഗസലിന്റെ നിർവൃതിയിലേക്ക് ഈ സംഗതികളെ കൊണ്ടുപോയി വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റി പിശാച് ചിരിക്കുന്നു, പിശാച് വിജയിച്ചിരിക്കുന്നു, പിശാച് ആഹ്ലാദിച്ചിരിക്കുന്നു. ഖുർആനിൽ നിന്നൊരു ജനതയെ അകറ്റിയതിന്റെ പേരിൽ പിശാച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശുദ്ധീകരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചുകൊണ്ട്. സൂറത്ത് ബഖറ 129-ാമത്തെ വചനം, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ. നോക്കൂ, വിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിൽ 181-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുന്നു, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് ഖുർആനും വിജ്ഞാനവും അഥവാ ഹദീസും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ ഇതാ നിങ്ങൾക്ക് നിയോഗിച്ചിരിക്കുക വഴി നിങ്ങൾക്ക് അല്ലാഹു മഹത്തായ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അല്ലേ, എത്ര വചനങ്ങളിലാണ് സൂറത്ത് ആൽ ഇംറാൻ 164-ാമത്തെ വചനം അവരെ സംസ്കരിച്ചത്. നബി സഹാബികളെ സംസ്കരിച്ചു. അവരെ പോലെ നല്ല മനുഷ്യർ, അവരെ പോലെ നല്ല സ്വഭാവമുള്ളവർ, അവരെ പോലെ ഭാര്യമാരോട് നന്നായി പെരുമാറിയവർ, അവരെ പോലെ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്തവർ ആരാ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ളത്? ആരാണ് അവരെക്കാൾ കവിച്ചു വെക്കുന്ന ഒരു ജനത? ഏത് വേദത്തിന് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ആ ഗ്രന്ഥം ഓതിക്കൊടുക്കുകയായിരുന്നു പ്രവാചക തിരുമേനി. ആ ഗ്രന്ഥത്തിലൂടെ സമൂഹം സംസ്കരിക്കപ്പെടുകയായിരുന്നു. മദീനയിലെ തായ്വരയിൽ ഒരു മൂളക്കം കേൾക്കാമായിരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്. മദീനയുടെ തായ്വരയിൽ ഒരു മൂളക്കം. എന്താണ് ആ മൂളക്കം? വണ്ട് മൂളുന്ന പോലെ, തേനീച്ചകളുടെ ചിറകടി ശബ്ദം പോലെ അവിടെ മദീനയുടെ തായ്വരയിൽ ഒരു മൂളക്കം കേൾക്കാമായിരുന്നു. എന്തിൻ്റെതായിരുന്നു അത്? ഖുർആൻ പാരായണത്തിന്റെ, ഖുർആൻ കേൾക്കുന്നതിന്റെ, ഖുർആൻ ചെല്ലുന്നതിന്റെ, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിന്റെ, ആ സമൂഹത്തിന്റെ പിക്ചർ അതായിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ കാണുന്നു. നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളെല്ലാം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. 62-ാമത്തെ വചനം. ഈ വചനത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി കൊടുക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഖത്തറിൽ വന്ന ആദ്യകാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്നലെ വന്നവർ, ഇന്ന് വന്നവർ, നാളെ വരാനിരിക്കുന്നവർ എല്ലാം
അങ്ങനെയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്ക്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ്, 5 കൊല്ലങ്ങൾക്ക് മുമ്പ്, 20 കൊല്ലങ്ങൾക്ക് മുമ്പ്, 27 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ഹൃദയം വട്ടപൂജ്യമായിരുന്നു. ആയത്തറിയുമായിരുന്നില്ല, ഹദീസ് അറിയുമായിരുന്നില്ല.